രാഹുൽ ഗാന്ധിയെ പോലെ ഒരു കഴിവില്ലാത്ത ഒരുത്തൻ ആ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് എന്തു കോൺട്രിബ്യൂഷനാണ് രാഹുൽ ഗാന്ധി ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തത്? ആദ്യത്തെ ചോദ്യം അതാണ്. അതായത് കഴിഞ്ഞ 11 വർഷം നരേന്ദ്രമോദി BJP സർക്കാർ കേന്ദ്രത്തിൽ ഭരണത്തിൽ അധികാരത്തിലുണ്ട്. ഏതെങ്കിലും ഒരു സമരം അവർക്ക് നാഷണൽ വൈഡ് നടത്താൻ കഴിഞ്ഞോ ഇല്ലയോ? അതായത് പല ഇഷ്യൂസ് ഉണ്ട്, പല രീതിയിലുള്ള ഇഷ്യൂ ഉണ്ട്. എല്ലാ ഇഷ്യൂവിലും ഇവരെ കാരണം ഇപ്പോൾ വഖഫിൻ്റെ ഇഷ്യൂ അതിനകത്ത് വർഗീയത എടുക്കുന്നു. പക്ഷെ നാഷണൽ ഇഷ്യൂസ് ഉണ്ട്, ഇവിടുത്തെ കർഷകരുടെ ഇഷ്യൂ ഉണ്ട്. അതായത് അടുത്തിടയ്ക്ക് കണക്ക് വന്നു, ഏറ്റവും കൂടുതൽ കർഷകർ സൂയിസൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്രയായി മാറി. ഓരോ മണിക്കൂറിൽ 2 or 3 കർഷകരാണ് ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്യുന്നത്. ആ ഇഷ്യൂ അവർക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞോ? ഇപ്പം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഇഷ്യൂ ഉണ്ട്, പല ഇഷ്യൂ ഉണ്ട്. അതവർക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അവരെ ഇതിന് കുളവാക്കിയത്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പൊക്കിക്കിടക്കുന്ന രാഹുൽ ഗാന്ധി അവരുടെ ഫാമിലിയുമാണ് ഈ പാർട്ടിയെ ഇതേപോലെ നാശമാക്കിയത്. അതിന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെന്ത് പഴച്ചു? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസ് പാർട്ടിയിലെ എത്ര നേതാക്കളാണ് അവർക്ക് ഇത്രയും പ്രായമായിട്ടും, അതായത് 80-82 വയസ്സായ AK ആൻ്റണി ഇന്നും വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുത്തിയേക്കുവാണ്. അയാൾ പോലും ഒഴിഞ്ഞു കൊടുക്കുന്നില്ല.